എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഗോപ്രോ 8 ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിത് ഗോപ്രോ 8 പോയി ചങ്ങനാശ്ശേരിയിൽ പോയി മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇവിടെ എത്തിയെന്നുള്ളത് പോയി നിങ്ങൾ കണ്ടിട്ട് വരുന്നവരേക്കും ഞാൻ ഈ ഒരു സാധനമൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ പോയി കണ്ടിട്ട് വാ. താങ്ക് യു സോ മച്ച് ഫ്യൂച്ചറിലെ സൗരവ്. അപ്പോൾ ഞാൻ പാസ്റ്റിലെ സൗരവ്. അപ്പോൾ ഗോപ്രോയും കൈ പിടിച്ച് നമുക്ക് ഇൻട്രോ നൽകിയ സൗരവിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിത് എങ്ങോട്ടായിരുന്നു? നമ്മളിത് ഇപ്പൊ ചങ്ങനാശ്ശേരിയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് ബ്രോ ഇവിടെ നിന്ന് വണ്ടി പൊളിച്ചിട്ടിരിക്കുകയാണ്. നോ സന്ദീപ് ബ്രോ വേണ്ട, ഇത് എറണാകുളം അല്ല, ഇവിടെ സിംഗിൾ ലൈനാണ്. നമുക്ക് പതുക്കെ പോവാം. ടൈം ഇപ്പോൾ 5:30 ആകാറായി. ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഭയങ്കര ശോകം മൂടാണ്. 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അത് കാരണം നമുക്കിപ്പോൾ ഒരു പരിപാടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഒരു ഗോപ്രോ OLX കണ്ട വഴി നമ്മൾ അവനുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ മേടിക്കാൻ പോവാണ്. ഗോപ്രോ Hero 8 ആണ് സംഭവം. അപ്പോൾ നല്ല എന്താണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെന്ന് അവനുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ലതാണെങ്കിൽ നമുക്കത് വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴയുടെ ബൈപ്പാസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മൾ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആലപ്പുഴ ബൈപ്പാസ്. ഇതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല. കുറേ നാളായിട്ട് പറയുന്നുണ്ട് 2020 ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞ സംഭവമാണ്. ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ ആക്കിയാൽ നമുക്ക് വളരെ ഒരു ബ്ലെസ് ആയിരിക്കും. അത് നമുക്ക് ഈ ആലപ്പുഴ സിറ്റിയിലായിട്ടുള്ള പോണ തിരക്കൊന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് പിടിച്ച് നമുക്ക് അവിടെ SD കോളേജിൻ്റെ അവിടെ ചെന്ന് കയറാൻ പറ്റുന്നേ. അവിടെ ഇപ്പോൾ എന്തോ പണിയൊക്കെ നടക്കണുണ്ട്. ഈ ബൈപ്പാസ് തുറന്നു കഴിയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയൊരു എലിവേറ്റഡ് ഹൈവേ ആയിട്ട് നമുക്ക് മാറും ഇത്. നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ നേരെ മുകളിൽ കൂടെയാണ് ഇത് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ചിന്റെ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് ആ ടൈമിൽ ഒരു സൺസെറ്റ് ടൈമിലൊക്കെ പോയാലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തുറക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അപ്പോൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് അതിലെ കൂടി ഒരു റൈഡൊക്കെ പോവാം. അപ്പോൾ നമ്മളിത് ഇവിടെ ആലപ്പുഴ ശവക്കോട്ട പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇന്നത്തെയും കാണുന്ന പോലെ വൈകുന്നേര സമയത്തിൽ ബ്ലോക്കാണ് ഇവിടെ. ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് എന്നാണ് ഇവിടെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ നമ്മൾ വരുന്ന വഴി തന്നെ ഷോക്ക് അടിച്ച് വരുവാണ്. നമുക്ക് 3rd ഗിയറിൽ നിന്ന് വണ്ടി 4th ഗിയറിലായിട്ട് ഇടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. സന്ദീപ് ബ്രോ ആണെങ്കിൽ ഇവിടെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. അറിയാമല്ലോ സന്ദീപ് ബ്രോയുടെ കാര്യം. അപ്പോൾ സന്ദീപ് ബ്രോയുടെ റൈഡിങ് സ്കില്ല് കാണണമെങ്കിൽ നമ്മുടെ എറണാകുളം വീഡിയോ ഉണ്ടാൽ മതി. അതിൻ്റെ എന്ന് ഞാൻ ഇവിടെ ഐബട്ടം കൊടുത്തേക്കാം, കയറി കാണുക. ആലപ്പുഴ ജില്ലയിൽ ഒരു വെറൈറ്റി ബിൽഡിംഗ് അല്ലേ, നല്ല ഭംഗിയല്ലേ കാണാം. വേറെ ഇത്രയും ഒരു ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചറുള്ള ഒരു ബിൽഡിംഗ് ഞാൻ ഈ ആലപ്പുഴ ജില്ലയിൽ വേറെ അങ്ങും കണ്ടിട്ടില്ല. നല്ല രസമില്ല കാണാം. എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ നമ്മൾ എവിടെ പോയാലും ബ്ലോക്ക് ആണല്ലോ. നമ്മൾ എറണാകുളത്ത് പോയാലും ബ്ലോക്ക്. ഇതേ ഇപ്പോൾ ഈ ആലപ്പുഴ പോയിട്ട് അവിടെയും ബ്ലോക്ക്. നമ്മൾ എവിടെ ചെന്നാലും ബ്ലോക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ റോഡ് പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കളക്ടറേറ്റിൻ്റെ അടുത്ത് ആലപ്പുഴയിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഈ ബ്ലോക്ക്. ഇപ്പോൾ വണ്ടി മൂവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ SD കോളേജിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മളിപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളായിരിക്കും. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ, അത് കാരണം യോഗമാണ്.
ചുറ്റും പാടം നിറഞ്ഞ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പാടത്തും നെല്ല് വിതച്ച് നല്ല പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? ചങ്ങനാശ്ശേരിക്ക് ഇനി ഇവിടുന്ന് ഇപ്പോൾ 23 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ നഗരസഭയുടെ വിട പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. പാലത്തിന്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് അതിമനോഹരമായ പച്ച പരവതാനി വിരിച്ചെടുക്കുന്ന പാടശേഖരങ്ങൾ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാം. താഴെ ധാരാളം ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൂറിസം മേഖലയൊക്കെ ശോകമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹൗസ് ബോട്ടൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. കിടു വ്യൂ അവിടെ പോയി നിൽക്കണം. കിടു വയ്ക്കും. ഓ പൊള്ളി മാൻ പൊള്ളി. ഒരു വ്യൂ ആണല്ലേ. മഴ, തണുപ്പ്, പാടം, റോഡ് കിട്ടുമല്ലേ. സമയം ഇപ്പോൾ 6:30 നമ്മളിപ്പോൾ ഇതേ ചങ്ങനാശ്ശേരി ഇവിടെ ഇപ്പോൾ എത്തായി. എവിടെ മെഡിക്കൽ മ്യൂസിയം. നമ്മളിപ്പോൾ സമയം ഇപ്പോൾ 6:30 നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി എത്താറായിട്ടുണ്ട്. നമ്മൾ ഗോപ്രോ തരാമെന്ന് പറഞ്ഞ ആളെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവിടെ വെയിറ്റിങ്ങിലാണ്. ആളിപ്പോൾ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മളിപ്പോൾ വണ്ടി ഒന്ന് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആൾ വന്നിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ട് നമ്മുടെ ഗോപ്രോ എന്ന് നോക്കാം. നമ്മളിത് ഗോപ്രോ 8 നമ്മളിവിടെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗോപ്രോ വീഡിയോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണേ മറക്കല്ലേ. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ വീഡിയോ എല്ലാം ഗോപ്രോയിലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ. ഈ ബൈപ്പാസ് തുറന്നു കൊടുക്കുമ്പോൾ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗോപ്രോ വീഡിയോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോ എല്ലാം നമ്മൾ ഗോപ്രോയിലായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ലൈക്ക്